ഇത് സെൽഫി പ്രാന്തന്മാരുടെ കാലമാണ്. സന്ദർഭം നോക്കാതെ എവിടെ നിന്നും സെൽഫി എടുക്കും. ഇത്തരം സെൽഫി പ്രാന്തിനിടയിൽ ഒരുപാട് പേർക്ക് ജീവനും നഷ്ടമായിട്ടുണ്ട്. എത്രയൊക്കെ അനുഭവങ്ങൾ കൺമുന്നിൽ എത്തിയാലും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴയിൽ ഉണ്ടായ സംഭവം. ആനയ്ക്ക് മുന്നിൽ സെൽഫി എടുക്കാൻ നിന്ന യുവാവിനെ ആന തൂക്കിയെറിഞ്ഞതാണ് സംഭവം. അറവുകാട് ക്ഷേത്ര മുൻ മാനേജറുടെ മകൻ റെനീഷിനെയാണ് അപകടം ഉണ്ടായത്. യുവാവിനെ ആന തൂക്കിയെറിയുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും. ഒരു സെൽഫി എടുത്തതാണ്, അതും ആനയ്ക്ക് മുന്നിൽ നിന്നും. എന്നാൽ ഇത് ആനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. യുവാവിനെ തൂക്കിയെടുത്ത് അങ്ങോട്ടൊരു എയർ കൊടുത്തു. എന്നിട്ടും മതിയാവാതെ വലിച്ചിടിച്ച് കൊമ്പുകൊണ്ട് ഒരു കുത്തും കൊടുത്തു. ആരോ എടുത്ത വീഡിയോയിൽ ഇതെല്ലാം വ്യക്തവുമാണ്. സെൽഫി പ്രേമമാണ് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. അമ്പലപ്പുഴയിലാണ് സെൽഫിക്കിടെ ആനയുടെ കുത്തേറ്റ് യുവാവിന് ഗുരുതര പരിക്ക് പറ്റിയത്. തുടർന്ന് റെനീഷിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാവിന് ആഴത്തിൽ കുത്തേറ്റതിനാൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അറവുകാട്ട് ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തിടമ്പേറ്റാൻ നിർത്തിയിരുന്ന ഓമല്ലൂർ ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് യുവാവിനെ കുത്തിയത്. എന്നാൽ ആന കാരണം ആർക്ക് അപകടം ഉണ്ടായാലും കുറ്റക്കാരൻ ആന മാത്രമായിരിക്കും. പക്ഷേ ഇതിന് പിന്നിൽ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. വെറുതെ പോകുന്ന ഒരാളെ ഒരാനയും ഉപദ്രവിക്കില്ല. ആനയെ പ്രകോപിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആന ആക്രമണത്തിന് മുതിരുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ആനയ്ക്ക് മുന്നിൽ നിന്നും സെൽഫി എടുത്തത് തന്നെയാണ് ആനയെ പ്രകോപിപ്പിച്ചത്. തുടർന്നാണ് ആന യുവാവിനെ എടുത്തെറിഞ്ഞതും. മറ്റു മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും പേടിയുള്ള ജീവിയാണ് ആനയെന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.